കൺക്ലൂഷൻ ഓഫ് ദ വീഡിയോ. ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ എൻ്റെ സ്റ്റോറി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കരിയർ ചൂസ് ചെയ്തത്, ആഗ്രഹം എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്ക് ഒരു കോഴ്സ് എടുക്കുന്നതിലേക്കും എങ്ങനെ ആ കരിയറിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളൊരു സംഭവം എനിക്ക് പറയണമെന്നുണ്ട്. ബിക്കോസ് ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് എത്തിപ്പെടാൻ പറ്റാതെ ഇപ്പോഴും ആഗ്രഹം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ടാവാം. അപ്പം അവർക്കും ഈ കഥ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഒരുങ്ങി നടക്കാൻ കേട്ടോ. അന്ന് എനിക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ എപ്പോഴും പറയും, ഞാൻ ചെറുതിൽ എഴുന്നേറ്റ് ഉടനെ മുടി ചീകി കണ്ണാടിയിലൊക്കെ നോക്കി മുടി ചീകി പൗഡറൊക്കെ ഇട്ടിട്ട് റൂമിന് വെളിയിലോട്ടേക്ക് വരത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ഒരു +2 കാലത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു ഗുരുവായൂർ വെച്ച്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഹെയർ സ്റ്റൈൽ ലൈക്ക് എന്താണോ അവർ പറഞ്ഞത് അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ എന്നെ ആ ഒരു പ്രായത്തിൽ എന്നെ അതിന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി എനിക്കൊരു സ്കിൽ അതിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അത് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു വർക്കിനെ അവർ പിന്നീടും അവരുടെ ലൈഫിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് കാണുമ്പോഴൊക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ ഒരുക്കി കണ്ണൊക്കെ എഴുതി അതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പോട്ടെ, എൻ്റെ ഓൺ സിസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിക്കാരീനെ ഞാൻ എൻ്റെ പണിപ്പുരയായിട്ടാണ് കാണാറുണ്ട്. അവിടെ പുള്ളിക്കാരി ഇരുത്തിയിട്ട് ഞാൻ ഐബ്രോ വരച്ചു കൊടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. പുള്ളിക്കാർക്ക് ഐബ്രോ ഇല്ല, പക്ഷെ എപ്പോഴും ഫ്ലോപ്പ് ആവാറാണ്. ബിക്കോസ് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിൽ അങ്ങനത്തെയുള്ള പ്രൊഡക്ട്സ് ഇല്ല നമുക്കങ്ങനെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഡാർക്കായിട്ട് വരും, അപ്പോൾ അത് വലിയ ഭംഗി വരത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ പുറകെ. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് പോയി. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഞാൻ BB ആണ് എടുത്തത്. അത് കഴിഞ്ഞ് എനിക്കൊരു പോയിന്റ് വന്നു, എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പോയിന്റ്. അപ്പം അതിന് മുന്നേ ഈ ഒരു എന്താ പറയുക, ആ ഒരു ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ ഈ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അതിനെ സമ്മതിച്ചില്ല. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ MBA തന്നെ ചൂസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്തൊക്കെയോ കാരണത്തോണ്ട് ആ വർഷം എനിക്ക് MBA ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീണ്ടും ഈ സെയിം റിക്വസ്റ്റുമായിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് എതിർത്തു. ലൈക്ക് ഇങ്ങനെ ഈ ഒരു കരിയറിന് അവർക്ക് നല്ലൊരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് അവർക്കൊന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ അച്ഛനമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ. പക്ഷെ അന്ന് ഞാൻ അത് ചോദിച്ചപ്പോൾ അവർ തീരെ സപ്പോർട്ടീവ് ആയിരുന്നില്ല. അപ്പം ഫിനാൻഷ്യലി ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഓൺ ഡിസിഷൻ എടുത്ത് പോകാനുള്ളൊരു അത്രയ്ക്കൊന്നും സ്ട്രോങ് മൈൻഡഡ് ആയിരുന്നില്ല. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ MBA ചെയ്തു. MBA ഒക്കെ കഴിഞ്ഞു, പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ അതിന് സംബന്ധിതമായിട്ടുള്ള ജോലികളിലും കാര്യങ്ങളിലേക്കും പോയി. പിന്നെ അത് തന്നെയായിരുന്നു എൻ്റെ കണ്ടിന്യൂസ് വർഷങ്ങളോളം. ലൈക്ക് ഒരു 2018 തൊട്ട് ഞാൻ MBA കഴിഞ്ഞിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു HR ആണ് ബൈ പ്രൊഫഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട് ഈ സംഭവം. ഓക്കെ, അതുപോലെ ഞാൻ അപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരികളെ ഞാൻ ഒരുക്കാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, സ്കൂളിലും ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയോട് ഇതിനെപ്പറ്റി ലൈക്ക് സ്കൂൾ കാലഘട്ടത്തിൽ. പിന്നെ വലുതായപ്പോഴും എൻ്റെ ആ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമ്മൾ കണക്ഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് സംസാരിക്കാറ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അബ്രോഡ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചു. പക്ഷെ അതിന് മാത്രം അങ്ങനെ ചെയ്താലും എന്തെങ്കിലും സ്കോപ്പ് വേണ്ട. അപ്പം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ ഞാൻ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് അതിന് വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല എൻ്റെ സൈഡിൽ നിന്ന് സത്യം പറയുകയാണെങ്കിൽ. പിന്നീട് എനിക്ക് ഒരു 2024 ആയപ്പോൾ ബാംഗ്ലൂർക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ബാംഗ്ലൂർ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അപ്പാർട്ട് ഫ്രം മൈ ജോബ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സാറ്റർഡേ സൺഡേ എനിക്ക് വെറുതെ ഇരിക്കേണ്ട ടൈം, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ആ ടൈമിൽ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നിനക്കിപ്പം ഇത് നല്ലൊരു ടൈമാണ്, പോയിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കൂ, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് ഇല്ലേ അത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കൊളീഗ്സ് ഉണ്ടായിരുന്നു,
അവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ, അതായത് സാറ്റർഡേ സൺഡേ മാത്രം കോഴ്സസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2-3 റെഫറൻസ് എനിക്ക് തന്നു. അപ്പം ഞാൻ അതൊക്കെ അന്വേഷിച്ചപ്പം എനിക്കങ്ങനെ സെറ്റായില്ല. അത് കഴിഞ്ഞ് ഞാൻ ലൈക്ക് അത് നമ്മളിങ്ങനെ എന്താ പറയുക അന്വേഷിക്കുന്നു എന്ന് മാത്രമായിട്ടില്ല, അതിലൊരു എന്താ പറയുക അതിന് വേണ്ടി ഒരു ആക്ഷൻ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ബിൽഡിങ്ങിന് താഴെ താമസിക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നതും പുള്ളിക്കാരി ഇതുപോലെ ക്ലാസ്സിന് പോകുന്ന കാര്യം ശനി ഞായറും അവർക്ക് ക്ലാസ് എടുത്തുതരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ഒരാളുടെ നമ്പർ എടുത്ത്, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നമ്പർ എടുത്ത് ഞാൻ അന്വേഷിച്ചു. അപ്പം എനിക്ക് അതും അങ്ങോട്ട് അത്ര ഓക്കെ ആയില്ല. എനിക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളും വെച്ച് തന്നെ പഠിക്കണം, പ്രൊഡക്റ്റ് നോളജ് വേണം, അങ്ങനെയായിരുന്നു. അപ്പം ഞാനത് അവിടെയും വിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് എന്തോ ലാക്മേയുടെ ഒരു എൻക്വയറി എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നു. എന്നെ കോൾ ചെയ്ത് ഞാൻ അതിനെ അറ്റൻഡ് ചെയ്തു. അവരെന്നെ അവിടെ എത്തി മീറ്റ് ചെയ്യുന്നത് വരെ എന്നെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. അന്ന് കണ്ട ഉടനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അതായത് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെന്തോ ആണ് ഞാൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. ലാക്മേ അക്കാഡമി HSR ലേഔട്ടിലുള്ള ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യണം. ലാക്മേ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇവൻറ്റ്സിന് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ മേക്കപ്പ് വാനിറ്റിയിലുള്ള ഐറ്റംസ്, എൻ്റെ മേക്കപ്പ് ടൂൾസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. വാനിറ്റി ഉള്ളത് കാരണം എനിക്ക് ഒരുപാട് ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഗ്രൂപ്പിൽ, ലാക്മേയുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കാം. അങ്ങനെ എനിക്കൊരു 4-5 ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റാം വാക്ക് ഉണ്ടായിരുന്നു, നിഫ്റ്റ് കോളേജിലുണ്ടായിരുന്നു, അതായത് പല കോളേജസിലുള്ള ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ആമസോൺ കമ്പനിയിൽ അവിടെയുള്ള കൊലീഗ്സിനും അവിടെയുള്ള എംപ്ലോയീസിനും അതുപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തത് അവരായിരുന്നു ആക്ച്വലി. അതായത് ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ടായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പം ഞാൻ അങ്ങനെയും ചെയ്തിട്ട്, ഞാൻ സ്വിസ് ബ്യൂട്ടി എന്താണ് ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെയും ഞാൻ കുറേ എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബാക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റ് ഓരോ മോഡൽസിനെ അറ്റൻഡ് ചെയ്യണം. അവിടെ ടൈമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കും അടിപൊളി. ബിക്കോസ് എൻ്റെ പേജിൽ ഞാൻ കുറേ അധികം ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് ഇട്ടിട്ടില്ല, എന്നാലും എനിക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആ കുറഞ്ഞ നിമിഷമാണെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായതുകൊണ്ടാണ് ആ ആൾ ഇങ്ങനെ നല്ലതായിട്ട് ഇരിക്കുന്നത്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ലൈക്ക് ഞാൻ എങ്ങനെയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കരിയർ ചൂസ് ചെയ്തത്. ആൻഡ് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് നല്ലതാണ്. നമുക്കിപ്പം സ്വന്തമായിട്ട് ഒരു വാനിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രൊമോഷനും നല്ല രീതിയിലൊരു എക്സ്പോഷറും കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രൊമോഷൻ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ, എക്സ്പോഷറും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരുന്ന ഒരു ജോലി തന്നെയാണ്. അതൊരു സംശയമില്ല. ഇപ്പം എനിക്കിത് എന്താ പറയുക തുടക്കമായതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ടാണ് എങ്ങനെ ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എൻ്റെ കൺക്ലൂഷൻ ഓഫ് ദ വീഡിയോ. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.